പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ജിജ്ഞാസാഭരിതനായിരുന്ന മഹാരാജാവിനോട് അമാത്യശ്രേഷ്ഠനായ സുമന്ത്രർ വീണ്ടും തുടർന്നു. പ്രഭോ രാജരാജേന്ദ്ര, ഭഗവാൻ സനൽകുമാരൻ ഇനിയും ചിലതുകൂടി പ്രവചിച്ചിട്ടുണ്ട്. തിരുമേനിക്ക് ഏറ്റവും ഹൃദ്യമായ ആ വർത്തമാനവും കേട്ടതുപോലെ ഉണർത്തിക്കാം. ഇക്ഷ്വാകു രാജവംശത്തിൽ അതിധാർമ്മികനും സത്യപ്രിയനുമായി ദശരഥൻ എന്നു പ്രഖ്യാതി ആർജിക്കുന്നൊരു നരപതിയുണ്ടാകും. അംഗരാജാവോടുകൂടി അയോധ്യാധിപന് സഖ്യമുണ്ടാകും. അംഗരാജപുത്രനായ രോമപാത സമീപത്തിൽ യശസ്വിയായ ദശരഥൻ ചെന്ന് ശാന്തകാന്തനായ ഋഷ്യശൃംഖനെ സന്ധാനാർത്ഥമായ യാഗം നടത്തിക്കുവാൻ വരിക്കും. രോമപാതർ സസന്തോഷം മകളുടെ ഭർത്താവിനെ അയക്കും. യശസ്കാമനായ ദശരഥൻ അഞ്ജലീബന്ധത്തോടെ ദ്വിജശ്രേഷ്ഠനായ ഋഷ്യശൃംഖനെ സന്താനപ്രാപ്തിക്കും സ്വർഗത്തിന്നും ആശിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് കൊണ്ടുവരും. വംശ പ്രതിഷ്ഠാപകന്മാരും സകല ലോകങ്ങളിലും യശസ് ആർജിക്കുന്നവരും അമിത വിക്രമികളുമായ 4 പുത്രന്മാർ ധന്യാത്മാവായ ദശരഥ ഭൂപതിക്ക് ഉണ്ടാകും. ഭഗവാൻ സനൽകുമാരൻ പണ്ട് ദേവസദസ്സിൽ വെച്ച് ഇത്രയും പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. പ്രഭോ രാജദാർശൂല, അവിടുന്ന് തന്നെ ചതുരംഗ സൈന്യങ്ങളോടുകൂടി എഴുന്നള്ളണം. യതിവര്യനായ ഋഷ്യശൃംഖനെ പൂജിച്ച് സംതൃപ്തനാക്കി കൊണ്ടുവരണം. ആചാര്യശ്രേഷ്ഠനായ ഭഗവാൻ വസിഷ്ഠന്റെ അനുവാദത്തോടെ അയോധ്യാധിപതി സൈന്യങ്ങളോടും അന്തഃപുര സ്ത്രീകളോടും അമാത്യന്മാരോടും കൂടി പുറപ്പെട്ടു. അരണ്യങ്ങൾ, നദികൾ എന്നിവ പതുക്കെ പതുക്കെ കടന്ന് മുനി പുങ്കവൻ വാണരുളുന്ന അംഗരാജ്യത്തിൽ എത്തി. രോമപാത സമീപത്തിൽ ആളിക്കത്തുന്ന അഗ്നി പോലെ ഇരിക്കുന്ന ഋഷ്യശൃംഖനെ ദശരഥ മഹാരാജാവ് കണ്ടു. സുഹൃത് സത്തമനെ അർഹതയ്ക്കനുസരിച്ച് അംഗരാജാവ് സാദരം പൂജിച്ചു. ആനന്ദ കണ്ണീരോടെ രോമപാതൻ വിഭാണ്ഡകസുതനായ ജാമാധാവിനോട് താനും ദശരഥ മന്നവേന്ദ്രനുമായുള്ള വേഴ്ചയും മറ്റും വ്യക്തമാക്കി. 7 ദിവസങ്ങൾ കഴിഞ്ഞത് ഒരൊറ്റ ദിവസം പോലെയായിരുന്നു. സന്തോഷസമേതരായിരിക്കുന്ന സന്ദർഭത്തിൽ അയോധ്യ ചക്രവർത്തി അംഗഭൂപതിയോട്, സുഹൃത്വരനായ രാജേന്ദ്ര, അങ്ങയുടെ ആത്മജ ശാന്തയെ ഭർത്താവൊന്നിച്ച് എൻ്റെ നഗരത്തിലേക്ക് അയച്ചു തരണം. അത്രമാത്രം പ്രാധാന്യമുള്ള ഉത്തമ കാര്യങ്ങൾ പലതും അതുകൊണ്ട് വന്നു ചേരാനുണ്ട്. ദശരഥ നരപാലകന്റെ വാക്കുകൾ കേട്ട അംഗഭൂപതി അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ചു. ബ്രഹ്മഋഷിയോട് അങ്ങ് സപത്നീകനായി കോസല നഗരി വരെ പോകണം. വിഭാണ്ഡകസൂതൻ എഴുന്നേറ്റ് മറുപടി പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം അനുസരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ബ്രഹ്മഋഷി ശ്രേഷ്ഠൻ യാത്രയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. സുസ്നേഹിതന്മാരായ നൃപകേസരികൾ പരസ്പരം ആലിംഗനം ചെയ്തു. മഹാരാജ ദശരഥന് ആനന്ദം പരിമിതമായി ഉയർന്നു. വീരനായ രോമപാതൻ സുഹൃത്തിനെ അനുഗമിച്ച് യഥാവിധി യാത്രയാക്കി. ശീഘ്രഗാമികളായ ദൂതന്മാരെ അയോധ്യയിലേക്ക് ആദ്യമായി അയച്ചു. നഗരത്തിലെ എല്ലാ രാജപാതകളിലും അലങ്കാരങ്ങൾ ചെയ്യട്ടെ. സുഗന്ധധൂപങ്ങൾ സർവത്ര വ്യാപിക്കട്ടെ. പതാകകൾ സർവഭവനങ്ങളിലും ഉയർന്നു പാറട്ടെ. രാജകൽപ്പന അക്ഷരം പ്രതി നടന്നു. മടങ്ങിവരുന്ന മന്നവേന്ദ്രനെയും ഒന്നിച്ചുള്ള ബ്രഹ്മഋഷിയെയും സ്വീകരിക്കുവാൻ അയോധ്യ നഗരം തയ്യാറായി കഴിഞ്ഞു. ഋഷ്യശൃംഖനെ മുൻനിർത്തി വരുന്ന മഹാരാജാവിനെ ശംഖ്, ദുന്ദുബി തുടങ്ങിയ മംഗളവാദ്യങ്ങളോടുകൂടി നഗരവാസികൾ സ്വാഗതമോദി. ഋത്വിക്കായ മുനീശ്വരനെ യഥാവിധി അരമനയിലേക്ക് സഹധർമ്മിണിയോടുകൂടി പ്രവേശിപ്പിച്ചു. മംഗളസ്വരൂപിണിയായ ശാന്തയെ കണ്ട് അന്തഃപുര സ്ത്രീകൾക്കെല്ലാം ആഹ്ലാദമുണ്ടാവുകയും പൂജിക്കുകയും ചെയ്തു. സർവ്വജനങ്ങളാലും മാനിക്കപ്പെട്ട ആ ദമ്പതികൾ ദിവസങ്ങൾ കഴിഞ്ഞതേ അറിഞ്ഞില്ല. അത്രമാത്രം ആനന്ദപൂർണങ്ങളായ നിമിഷങ്ങളാണ് അയോധ്യയിൽ അവർക്ക് അനുഭവപ്പെട്ടത്. മധുരമനോഹരമായ മധുമാസം വന്നെത്തി. അശ്വമേധ മഹായജ്ഞം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്ന അവനീന്ദ്രൻ ദേവതുല്യനായ വിപ്രപ്രമുഖൻ ഋഷ്യശൃംഖനെ ശിരസ നമസ്കരിച്ച് വംശപ്രതിഷ്ഠാപകനായൊരു സത്സന്ധാനാർത്ഥം അശ്വമേധം നടത്തുവാനുള്ള ആലോചന സവിനയം അറിയിച്ചു. ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കൂ, അശ്വത്തെ വിടൂ. ബ്രഹ്മഋഷിയുടെ മറുപടി കേട്ട ദശരഥ ചക്രവർത്തി മന്ത്രിസത്തമനായ സുമന്ത്രരെ വിളിച്ച്, സജീവേന്ദ്ര, സർവവേദവിഘ്നരായ ദ്വിജശ്രേഷ്ഠന്മാരെയും സുയജ്ഞൻ, ഭാമദേവൻ, ജാബാലി, കാശിപൻ തുടങ്ങിയ മാമുനീന്ദ്രന്മാരെയും ആചാര്യനും പുരോഹിതനുമായ ഭഗവാൻ വസിഷ്ഠ ബ്രഹ്മഋഷിയെയും മറ്റും അന്തണ വര്യന്മാരെയും വേഗത്തിൽ
ക്ഷണിച്ചുകൊണ്ടുവരൂ. മഹാവിക്രമിയായ സുമന്ത്രർ രാജാജ്ഞ ശിരസാവഹിച്ച് നിർദ്ദേശിച്ചവരെയെല്ലാം വരുത്തി. വേദപാരംഗതന്മാരായ അവരെയെല്ലാം പൂജിച്ച് കൃതാർത്ഥനായ രാജേന്ദ്രൻ ധർമാർത്ഥയുക്തമായി ഇപ്രകാരം പറഞ്ഞു: സന്താനമില്ലാത്ത എനിക്ക് ജീവിതത്തിൽ യാതൊരു സുഖവും തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ പാപ നിർമാർജനത്തിന് അശ്വമേധ യജ്ഞത്തെ ശാസ്ത്രാനുസൃതമായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ബ്രഹ്മർഷി മുഖ്യനായ ഋഷ്യശൃംഗ പ്രഭാവത്താൽ ആഗ്രഹം അതിവേഗം സഫലമാകും എന്നാണ് വിശ്വാസം. ഉത്തമോത്തമമായ തീരുമാനം. ബ്രാഹ്മണവര്യന്മാർ എല്ലാവരും ഒപ്പം പറഞ്ഞു അനുമോദിച്ചു. ഋഷ്യശൃംഗ മാമുനീന്ദ്രനെ മുൻനിർത്തിയ വസിഷ്ഠവാമദേവന്മാർ: ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കൂ, അശ്വത്തെ വിടൂ. ധാർമ്മികമായ ഈ ചിന്ത അങ്ങേക്ക് ഉണ്ടായത് ശ്രേയസിൻ്റെ ശകുനമാണ്. അനശ്വര യശസ് ആർജിക്കുന്ന 4 പുത്രന്മാർ അങ്ങേക്ക് ഉണ്ടാകും. യതീശ്വരന്മാരുടെ വാക്കുകൾ അരജനെ കോൾമയിർ കൊള്ളിച്ചു. ആനന്ദാശ്രുക്കളോടെ അമാത്യന്മാരോട് നിർദ്ദേശം ഏകി. ആചാര്യന്മാരുടെ ആജ്ഞയനുസരിച്ച് എല്ലാവിധ സംഭാരങ്ങളും വേഗത്തിൽ ഒരുങ്ങട്ടെ. അതുല്യ പരാക്രമികളായ ഭടന്മാർ സംരക്ഷിച്ചുകൊണ്ട് കുതിരയെ വിടണം. സരയൂ നദിയുടെ വടക്കേക്കരയിൽ യാഗശാല അതിശീഘ്രം ഉണ്ടാക്കണം. ശാന്തിപൂജ എല്ലായിടത്തും യഥാവിധി നടത്തട്ടെ. മഹീപാലന്മാരിൽ പലർക്കും ഇത്തരം യജ്ഞങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കും. എന്നാൽ തെറ്റുപറ്റാതെ സമംഗളം പര്യവസാനിപ്പിക്കുവാൻ വിഷമമുണ്ട്. വിജ്ഞാനികളായ ബ്രഹ്മരാക്ഷസന്മാർ വിഘ്നമുണ്ടാക്കുവാൻ ശ്രമിക്കും. ഏതെങ്കിലും ന്യൂനത പറ്റിയാൽ യജ്ഞകർത്താവ് തീർച്ചയായും നശിക്കും. അതുകൊണ്ട് യാഗം വിധിയാവണ്ണം നടത്തുവാൻ നിങ്ങൾ ഓരോരുത്തരും പരമാവധി ജാഗരൂകരായിരിക്കണം. വിനമ്രരായ സജീവന്മാർ എന്തിനും തയ്യാറായി കഴിഞ്ഞു. അരജന്റെ ആജ്ഞ അക്ഷരം പ്രതി അനുവർത്തിക്കേണ്ടത് അവരുടെ ധർമ്മമാണല്ലോ. ദ്വിജപ്രമുഖന്മാർ പാർത്ഥിവേന്ദ്രനെ പുകഴ്ത്തിക്കൊണ്ട് സാനുവാദം സ്വഗ്രഹങ്ങളെ പ്രാപിച്ചു. മന്ത്രിമാരും വിപ്രന്മാരും പോയതിനു ശേഷം നരപാലകൻ സസന്തോഷം അരമനയിലേക്ക് പ്രവേശിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.